യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്ത, പ്രത്യേകിച്ച് നീതിയുടെ കിരീടം എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തല്ലോ. അപ്പോസ്തലൻ പൗലോസ് തനിക്ക് ദൈവം നീതിയുടെ കിരീടം ഒരുക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും താന് 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. അവിടെ താൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞല്ലോ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം, കേവലം അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല ഈ കിരീടങ്ങളുള്ളത്. അപ്പോസ്തലൻ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്: എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അത് ഒരു പാസ്റ്റർക്ക് മാത്രമല്ല, ഒരു അച്ഛന് മാത്രമല്ല, അതേ ഒരു പുരോഹിതന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവനായ ഏവർക്കും കിട്ടുന്നതാണ് ഈ കിരീടം, അല്ലെങ്കിൽ ഈ നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നീതിയുടെ കിരീടം എന്ന് പറയുമ്പോൾ ദൈവം വെച്ച വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായ ആളുകൾ, അവർ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച, അതിൽ ഇഷ്ടപ്പെടുന്ന, അതിൽ ആഗ്രഹിക്കുന്ന, അതിൽ പ്രത്യാശ വയ്ക്കുന്നവർക്കാണ് ഈ നീതിയുടെ കിരീടം ലഭിക്കുന്നത്. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കിരീടത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നോക്കണേ, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കിരീടം എന്ന് പറയുന്നത് തേജസ്സിന്റെ കിരീടമാണ്. ദ ക്രൗൺ ഓഫ് ഗ്ലോറി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ നീതിയുടെ കിരീടം എന്ന് പറയുന്നിടത്ത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റ് ചില വേദഭാഗങ്ങളിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 1-2 വാക്യങ്ങൾ അത് സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ട് ഈ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ മിക്കവരും അവരുടെ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് അന്ന് നടന്ന ഏതൻസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിലാണ്. അവരുടെ എഴുത്തുകളിലൊക്കെ ആ ഏതൻസ് ഒളിമ്പിക്സിന്റെ ആ പശ്ചാത്തലങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. അതേ പശ്ചാത്തലം തന്നെ ധ്വനിപ്പിക്കുന്ന വാക്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ പറയുന്നു, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിൽ തന്നെ. നമ്മൾ ഈ 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ചിന്തിച്ചത് തേജസ്സിന്റെ വാടാത്ത കിരീടം എന്ന് പറയുമ്പോൾ, ദൈവം നമുക്ക് നൽകുന്നതായ കിരീടം അത് ഒരിക്കലും വാടുന്നതല്ല. ഒരുപക്ഷെ അന്നത്തെ അത്ലറ്റുകൾ വളരെ നിരാശപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു. അവർക്ക് ലഭിക്കുന്നതായ ഇലകൾ കൊണ്ടുള്ളതായ കിരീടം അത് അടുത്ത ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായും വാടി കരിഞ്ഞ് അതിന്റെ ശോഭ കെട്ടുപോകും. പിന്നീട് അവർക്ക് ലഭിക്കുന്നതായ ഈ അവാർഡിനെ കുറിച്ചുള്ള സന്തോഷം അവർക്ക് പൂർണ്ണമാകുകയില്ല, അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതായ ചിന്ത ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമുക്ക് നൽകുന്നു. അതിനർത്ഥം ഇന്ന് ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രശംസയും ഇതുപോലെ തന്നെയാണ്, എല്ലാ പദവികളും ഇതുപോലെയാണ്. വേഗം അതിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ദൈവം നൽകുന്ന പ്രതിഫലത്തിന്റെ പ്രത്യേകത അതൊരിക്കലും വാടാത്തതാണ്, വാടി പോകാത്തതാണ്. പക്ഷെ ഈ ക്രൗൺ ഓഫ് ഗ്ലോറി, ഈ മഹത്വത്തിന്റെ കിരീടം ആർക്കാണ് ദൈവം കൊടുക്കുന്നത്? നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കിരീടങ്ങൾ ഉണ്ട് എന്നുള്ളതായ ആ ഉറപ്പ് അപ്പോസ്തലൻ പൗലോസിനെ പോലെ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇവിടെ എത്രത്തോളം നമുക്ക് നിന്ദകളും അപഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും തള്ളിക്കളയലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവിലുള്ള ആ പ്രത്യാശയും വിശ്വാസവും തങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന, അതായത് 70-80 വയസ്സ് മാത്രമുള്ള വളരെ ക്ഷണികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും നമ്മൾ കർത്താവിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ, അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ, പിന്നീടുള്ള നമ്മുടെ ശിഷ്ട ആയുസ് മുഴുവനും
നാം സ്വർഗത്തിൽ ആ നിത്യതയിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ നിന്ദിക്കപ്പെടുന്നവരല്ല, മറിച്ച് ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി കോടാനുകോടി വിശുദ്ധന്മാരുടെ മുമ്പാകെ, അതേ ദൂതസംഘത്തിന് മുമ്പാകെ നമ്മൾ മാനിക്കപ്പെട്ടും ഉയർത്തപ്പെട്ടും അംഗീകരിക്കപ്പെട്ടിരിക്കും എന്നുള്ള ആ വസ്തുത, ആ ഒരു പ്രത്യാശ നമുക്ക് തരുന്ന സന്തോഷം ചില്ലറയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഉറപ്പ് നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കും. ഇന്ന് ആളുകൾ പൊതുവെ തങ്ങളുടെ ഭാവി ഓർത്തല്ലേ വിഷമിക്കുന്നത്. ഇന്ന് അംഗീകാരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അവർ ഭാവിയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഉയർച്ചയെക്കുറിച്ചല്ലേ അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ വാടുന്നതാണ്, ഇതെല്ലാം ക്ഷണികമാണ്, നശിക്കുന്നതാണ്, പെരിഷബിളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നമ്മൾ വാടാത്ത പ്രതിഫലത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. വാടാത്ത പ്രതിഫലം പ്രാപിക്കുവാൻ ഉറപ്പുള്ളവരായി നമ്മൾ ജീവിക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഇന്നലെ കിട്ടുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടത്. നശിക്കാത്തതിന് വേണ്ടി പ്രവർത്തിപ്പാൻ, നശിക്കാത്തതിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മെ ഈ വചനത്തിലൂടെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്നാൽ ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആടുകളുടെ വലിയ ഇടയൻ എന്നുള്ള അർത്ഥമാണുള്ളത്. അതായത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇടയ ശ്രേഷ്ഠൻ എന്ന് ഇവിടെ പറയുന്നിടത്ത് കർത്താവ് വലിയൊരു ജോലിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അഥവാ ഈ ലോകത്ത് തൻ്റെ ആടുകളെ നയിക്കുവാൻ ദൈവം ഇടയന്മാരെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇടയന്മാർ ആരെയാണ് സേവിക്കുന്നത്? ആരെയാണ് ഇടയന്മാർ ശുശ്രൂഷിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ചിന്ത, ഈ ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, അവരെ നടത്തുന്നതായ അച്ഛന്മാര് അല്ലെങ്കിൽ ലീഡേഴ്സായ ആളുകൾ, അവർ പ്രവർത്തിക്കുന്നത് ഈ ആടുകൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ പോലും അങ്ങനെയാണ് ചിന്ത, ഞാൻ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ആരാണ് ഇടയശ്രേഷ്ഠൻ? കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് ഇടയശ്രേഷ്ഠൻ. പക്ഷെ ആ ഇടയശ്രേഷ്ഠനെ വർണ്ണിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന, അവന്റെ സ്ഥാനത്തെ കൂടുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്കോണം മറ്റ് ചില പദപ്രയോഗങ്ങൾ കൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഫോർ യു വെയർ ലൈക്ക് ഷീപ്പ് ഗോയിങ് ആസ്ട്രേ ബട്ട് ഹാവ് നൗ റിട്ടേൺ ടു ദി ഷെപ്പേർഡ് ആൻഡ് ഓവർസിയർ ഓഫ് യുവർ സോൾസ്. നിങ്ങളുടെ ആത്മാക്കളുടെ ഓവർസിയർ, അതേപോലെ തന്നെ നിങ്ങളുടെ ഷെപ്പേർഡ്, നിങ്ങളുടെ ഇടയനും ഓവർസിയറുമായ, അഥവാ നമ്മെ പരിപാലിക്കുന്നവനും അതേപോലെ തന്നെ നമ്മുടെ മേൽ നിയന്ത്രണമുള്ളവനായ, നമ്മെ നിരീക്ഷിക്കുന്നവനുമായ ആ ഇടയന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്നു. ഈ ഭൂമിയിലെ ഇടയന്മാർ എല്ലാവരും തന്നെ അവർ വേല ചെയ്യുന്നത്, അവർ സേവിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത് ഈ വലിയ ഇടയനെയാണ്. ഒരിക്കലും ആടുകളെ അല്ല അവർ ശുശ്രൂഷിക്കുന്നത്. വലിയ ഇടയൻ ഈ ആടുകളെ മുഴുവൻ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ആ വലിയ ഇടയനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇടയ പരിപാലനത്തിൽ കടന്നു വന്നവരായ ആളുകൾ, അവർ കർത്താവ് അവരെ ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷകൾ നിവർത്തിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നതായ ഒരു പ്രതിഫലം, അഥവാ അവർ ഈ ഒരു വിഷയത്തിൽ ദൈവത്തിന്റെ വചനം പാലിച്ചുകൊണ്ട് വളരെ വിശ്വസ്തയോടുകൂടെ അവർ പ്രവർത്തിച്ചെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു കിരീടമാണ് ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്, മഹത്വത്തിന്റെ കിരീടം എന്ന് പറയുന്നത്. അത് കേവലം ഇടയന്മാർക്ക് മാത്രമല്ല കേട്ടോ, അതിനോട് ചേർന്ന് തന്നെ ശുശ്രൂഷ ചെയ്യുന്നവരായ ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാണ് ഈ ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്, അതേ തേജസ്സിന്റെ കിരീടം എന്ന് പറയുന്നത്. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യമാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഏത് ദിവസം? ഞാൻ ഏത് ദിവസത്തിന് വേണ്ടിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, ആ ദിവസം ഈ തേജസ്സിന്റെ കിരീടം എനിക്ക് ദൈവം നൽകും. എന്നിട്ട് താൻ പറയുന്നു, എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നോക്കണേ,
നമ്മൾ ഓരോരുത്തരും പ്രിയം വെക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. പക്ഷെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ പ്രിയം വെച്ച് കാത്തിരിക്കുന്ന ധാരാളം പേരെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രിയം വെക്കുന്നവർ വളരെ കുറവാണ്. എനിക്കതിൻ്റെ കണക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, അത് വളരെ കുറവാണ്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്നവർ വളരെ കുറവാണ്. പകരം നമ്മൾ എന്താണ് കൂടുതൽ സംസാരിക്കുന്നത്? ഇന്ന് പ്രസംഗകർ പോലും കൂടുതൽ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിൽ എങ്ങനെ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാം, എങ്ങനെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ നിങ്ങൾക്ക് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിലേക്ക് കടക്കാം. അതും അവർ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. ഇത് വന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ കടന്നു വരുന്നത്? കാരണം ഇന്ന് അനേകർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രിയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശു വരാൻ താമസിക്കുന്നതുകൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും പറയാറുണ്ട്, യേശു വരാൻ താമസിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയല്ല. പ്രത്യാശ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ പ്രത്യാശ വെക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ഭൗതിക അനുഗ്രഹത്തിൽ പ്രത്യാശ വെക്കുന്നത് കൊണ്ടാണ്. അതേ, അബ്രഹാമും ലോത്തും അവർ ഒന്നിച്ചാണ് കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പക്ഷെ കനാൻ ദേശത്തെക്കുറിച്ചുള്ള പ്രത്യാശ അബ്രഹാമിന് മാത്രമേ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോത്തിന് അങ്ങനെയുള്ള പ്രത്യാശയിലായിരുന്നു. താൻ സൊദോമിൽ ചെന്നപ്പോൾ അവിടുത്തെ നീരോട്ടമുള്ള സ്ഥലം കണ്ടപ്പോൾ, തൻ്റെ കന്നുകാലികൾക്ക് ഇണങ്ങിയതായ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ആ ദേശത്ത് ഇഷ്ടപ്പെട്ട് അവിടെ തങ്ങി. അബ്രഹാമിനോട് കൂടെ ആ കനാൻ നാട്ടിലേക്ക് കടക്കാൻ കഴിയാതെ നശിക്കപ്പെട്ടവനായി മാറുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും എന്നുള്ള സൂചന കർത്താവ് നൽകുന്നത്. അതായത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഭൗതികമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അതിൽ നമ്മുടെ പ്രത്യാശ വെക്കുമ്പോൾ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുത്തി പോകുമ്പോൾ നമുക്ക് ലോത്തിനെ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതേ ഈ തേജസ്സിൻ്റെ കിരീടം പ്രാപിപ്പാനിടയായിത്തീരും. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ നീതിയുടെ കിരീടം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ദൈവം നമുക്ക് നൽകിയതായ വചനത്തെ പാലിച്ചുകൊണ്ട്, ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ പോരാടുന്നെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിരീടങ്ങൾ പ്രാപിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നീതിയുടെ കിരീടത്തെക്കുറിച്ച്, ജീവന്റെ കിരീടത്തെക്കുറിച്ച്, ഇപ്പോൾ തേജസ്സിന്റെ കിരീടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കമിടയായി തീർന്നല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് കേവല കിരീടങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിൽ അതിന് തക്കതായി ജീവിക്കാനുള്ള ആ ജീവിത നിലവാരത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് വ്യക്തമാക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആരെങ്കിലും ഇന്ന് നിരാശയോടും ജീവിതത്തിൽ ബുദ്ധിമുട്ടോടും കൂടെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ നിരാശകളെയും ബുദ്ധിമുട്ടുകളെ മാറ്റുകയും സ്വർഗീയമായ പ്രത്യാശയാലും ഇന്ന് അവർ നേരിടുന്ന സകല പ്രശ്നങ്ങളുടെ മേലും വിജയം വരിക്കുന്നവരായി തീരുവാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ആത്മീയ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ദൈവവചനം പഠിക്കുവാനും ആത്മീയ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളുമായി പങ്കിടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.